അങ്ങനെ നമ്മളെ അടുത്ത മത്സരവും വന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 മത്സരങ്ങളായിട്ടുള്ള, അതായത് ഫസ്റ്റത്തെ മത്സരം മോഹൻ ബഗാനായിട്ട്, അതേപോലെ തന്നെ രണ്ടാമത്തെ മത്സരം മുംബൈ സിറ്റിനായിട്ട് ഉള്ള 2 മത്സരങ്ങൾ നമ്മൾ തോറ്റിട്ടാണ് വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ജയം നമുക്ക് ആ 2 മത്സരങ്ങളും ലഭിച്ചിട്ടില്ല. നമ്മളെ മൂന്നാമത്തെ മത്സരം വന്നിരിക്കുകയാണ്. കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ്. 5 മണിക്കാണ്, വൈകുന്നേരം 5 മണിക്ക്, അതായത് ഇന്ന് കൃത്യം 5 മണിക്ക് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ, നമ്മളെ കൊച്ചി സ്റ്റേഡിയത്തിൽ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള കൊച്ചി സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടാണ്. ഇൻ്റർ കാശിയുമായിട്ട് ഏറ്റുമുട്ടാണ്. അവരെ സത്യം പറയുകയാണെങ്കിൽ ഇൻ്റർ കാശിയുമായി ഉള്ള ഫസ്റ്റ് മാച്ച്, അതായത് ISL ഈ സീസണിൽ ഫസ്റ്റ് ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു ടീമും കൂടിയാണ് ഇൻ്റർ കാശി. ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ മൂന്നാമത്തെ മത്സരമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഒരു നിഗമനം വെച്ച് ഞാൻ പറയാം കേട്ടോ. ഫാൻസിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ ഗാലറിയിലൊക്കെ ആൾക്കാർ കുറയാനുള്ള ചാൻസ് കൂടുതൽ, അതായത് ഗാലറിയിൽ ആൾക്കാർ കുറവായിരിക്കും. കാരണം 2 മത്സരങ്ങളും വല്ല പ്രതീക്ഷിക്കാത്ത റിസൾട്ടും ഇല്ല. അതേപോലെ തന്നെ 2 കളിയിലും തോറ്റേക്കാണ്. അപ്പോൾ ഫാൻസ് ഉണ്ടാവുമോ ചോദിച്ചാൽ കുറവായിരിക്കും, നമുക്കെല്ലാവർക്കും അറിയാണ്. പക്ഷേ നമ്മൾ വരും, അതായത് നമ്മളെല്ലാവരും മത്സരം കാണണം എന്നാണ് ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ അല്ലെങ്കിൽ ഒരു KBFC ആരാധകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള. തോൽവി നമ്മളിന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സീസൺ തുടങ്ങിയത് മുതൽ, അതായത് കഴിഞ്ഞ സീസൺ വരെ നമ്മൾ തോറ്റുകൊണ്ട് തന്നെ വന്നിട്ടുള്ളത്. എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒന്നും നേടിയിട്ടില്ല. എന്നിട്ട് എന്താണ് ഈ ടീമിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണെന്നറിയില്ല. ഈ ടീമിനോട് എന്തോ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉള്ളിനുള്ളിൽ ഉണ്ട് എന്നാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ മൂന്നാമത്തെ മത്സരം വന്നിരിക്കുകയാണ്. ഇൻ്റർ കാശി ആയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇൻ്റർ കാശി ഒരു ചില്ലറ, അതായത് ഒരു ചെറിയ ടീം മാത്രമല്ല. അവർ കളിച്ചിട്ടുള്ള 2 കളിയിലും എനിക്ക് തോന്നുന്നു സമനിലയാണെന്ന് തോന്നുന്നു. അതും വമ്പന്മാരായിട്ടുള്ള ടീമിനേറ്റൊക്കെ സമനില പിടിച്ചു എന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ തോന്നുന്നു കേട്ടോ. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇൻ്റർ കാശുമായിട്ട് നമുക്ക് ജയിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരു 50% KBFC ജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കറിയാം, മുംബൈ സിറ്റിയുമായിട്ടുള്ള മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങളും, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ മുന്നേറ്റങ്ങളും, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ മൊമെൻറ്റുകളൊക്കെ വന്ന സ്ഥിതിക്ക് ഇൻ്റർ കാശിയുമായിട്ടുള്ള മത്സരം ഒരു കിടിലൻ മത്സരം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും നമ്മളൊരു വീക്ക് പോയിൻ്റ് ആയിരുന്നു, നമുക്കൊരു ഫിനിഷർ ഇല്ല, ഒരു സ്ട്രൈക്കർ ഇല്ല എന്നൊക്കെയുള്ളത്. അതിനൊക്കെ പരിഹരിച്ച് കണ്ട് പുതിയ പ്ലെയറൊക്കെ വന്നു എന്നൊക്കെ റീൽസിലും ഇൻസ്റ്റയിലൊക്കെ കണ്ടു. അപ്പോൾ അതിലൊക്കെ ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ, 2 കളി തോറ്റിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തോൽവി, അതായത് തോറ്റു എന്ന് വെച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്നൊരു ആരാധകരല്ല നമ്മളാരും. കാരണം നമുക്കത് ശീലമായി പോയി. അതുകൊണ്ട് തന്നെ നമ്മളെവരും പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഇൻ്റർ കാശുമായിട്ട് KBFCക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ വരും മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ ആരാധകർ കൂടുതലുണ്ടാവുമെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഒരു കളി നിങ്ങൾ ജയിച്ചു തുടങ്ങിയാൽ ഒരു അറ്റം വരെ KBFC ആരാധകർ നിങ്ങളെ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു ഒറ്റ തീരുമാനം പറയുകയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. കാരണം ഇൻ്റർ കാശുമായിട്ടുള്ള മത്സരം ജയിക്കുകയാണെങ്കിൽ KBFCൻ്റെ പിന്നെ മുന്നോട്ടുള്ള മത്സരം കാണാൻ ആരാധകരുണ്ടാവുമെന്നുള്ളത് ഞാൻ 100% പറയാണ്. അത് 99 എന്നല്ല, 100% പറയാണ്. അപ്പോൾ KBFC ജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ അവരെ ടീമിനെ പറ്റി കുറച്ച് പറയുകയാണെങ്കിൽ, അവരെ കീപ്പർ സീനാണെന്നും, കീപ്പർ കിടിലൻ കീപ്പറാണ്, അങ്ങനെ പെട്ടെന്നൊന്നും അവരെ പോസ്റ്റിക്ക് ഗോളടിക്കാൻ പറ്റൂല എന്നും, അതേപോലെ തന്നെ അവരെ കുറച്ച് ഡിഫൻസും റൈറ്റ് ബാക്കും പിന്നെ അവരെ കുറച്ച് പ്ലേയേഴ്സൊക്കെ അത്യാവശ്യം സീനാണ് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. അവരൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ഏതായാലും കളി നടക്കുമ്പോൾ കാണാം എന്താവും എന്നുള്ളത്. ഏതായാലും കളി KBFC കൊണ്ടുപോകട്ടെ, KBFC അതിൽ ജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ഒരു പ്രഡിക്ഷൻ ഞാൻ നിങ്ങളിലേക്ക് തരികയാണ്. നിങ്ങളുടെ, അതായത് കളിയുടെ റിസൾട്ട് എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അതായത് കളി കഴിഞ്ഞതിന് ശേഷം, അതായത് 5 മണിക്ക് ശേഷം
നമ്മൾ പിറ്റേ ദിവസം KBFCൻ്റെ റിസൾട്ടുമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ജയിച്ച ഒരു മാസ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. ജയിച്ചില്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്നൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ, അതിന് മുന്നേ KBFC ജയിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ നമ്മൾ ഈ വീഡിയോ അവസാനിക്കുന്നു. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.